ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ടും നീയും ഭൂമിക മേഡവും എന്താ കൈലാസ് സാറിനോടൊന്നും പറയാത്തത്? ഇവൻ കൈലാസ് സാറിനെ കുറിച്ച് ഓർത്ത് ഇമോഷണൽ ആയതെന്ന് പറയാം. നീ എന്താ പാറു പറയാത്തെ? എടാ, നിനക്ക് കൈലാഷ് സാറിന്റെ അവസ്ഥ അറിയാത്തോണ്ടാ. എന്തവസ്ഥ? ഞാൻ പോയി 5 മിനിറ്റിൽ കാര്യം പറഞ്ഞു കാണിക്കാം. അത് കേട്ടാ കൈലാസ് സാറിന് എന്താ സംഭവിക്കാന്ന് ഞാനൊന്ന് കാണട്ടെ. എടാ നിക്ക്, ഞാനും പാറും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് നീ അദ്ദേഹത്തോട് പറഞ്ഞ അദ്ദേഹം ചിലപ്പോ മരിച്ചു കളയും. വെറുതെ ഓരോന്നും പറയരുത്. ഇങ്ങനെയുള്ള കാര്യത്തിന് ആരെങ്കിലും ആത്മഹത്യ ചെയ്യോ? സാർ അങ്ങനെ ചെയ്യുന്ന ഭൂമിക മാഡത്തിനോട് പറഞ്ഞത്. അത് പേടിച്ച ഞങ്ങൾ അദ്ദേഹത്തോടൊന്നും പറയാതിരുന്നത്. ഇനി എന്ത് ചെയ്യാനാ നിന്റെ പ്ലാൻ? എനിക്കൊന്നും അറിയില്ല. എന്താ അവിടെ? സാർ, ഞങ്ങള് ജോലിക്കാരെ നിൽക്കായിരുന്നു. അയ്യോ, മാഡം ജോലി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സാർ എന്നെ മാഡം എന്ന് വിളിക്കരുത്. അതെങ്ങനെ ശരിയാവും മാഡം? കല്യാണം കഴിഞ്ഞ മാഡം അല്ലേ ഈ കമ്പനിയുടെ മുതലാളി. അതുകൊണ്ട് ഇപ്പോഴേ ബഹുമാനിച്ച് ശീലിക്കുന്ന നല്ലതെന്ന് വിചാരിച്ചു. അതെ, മാഡത്തിനെയും പ്രിയൻ സാറിനെയും താഴേക്ക് വിളിക്കുന്നുണ്ട്. എന്തിനാ സാർ? അയ്യോ, ഞാൻ വെറും ഒരു തൊഴിലാളിയല്ലേ. മുകളിലുള്ളവരെന്താ തീരുമാനിച്ചത് ഞാൻ അങ്ങനെ അറിയാനാ സാറേ. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് പോവാ. വന്നോളൂ. എന്റെ മരുമോള് വന്നല്ലോ. വരൂ മാഡം. സാറ് വിളിക്കുന്നു കരുണാകരൻ സാറ് പറഞ്ഞു. എന്താ സാർ കാര്യം? പാർവതിക്ക് മമ്മി ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവാ. അതിനാണ് വിളിച്ചത്. കൈലാഷ് സർപ്രൈസ് ഉണ്ടെന്ന് പറയുമ്പോ എന്താണെന്ന് ചോദിക്കാൻ മോക്ക് തോന്നുന്നില്ലേ? ആന്റി കഴിഞ്ഞ ദിവസം കൊടുത്ത സർപ്രൈസിന്റെ ഷോക്കിൽ നിന്നും പാർവതി ഇതുവരെ റിക്കവർ ആയിട്ടില്ല. ഇന്ന് എന്താണാവോ ചെയ്യാൻ പോകുന്നതെന്ന് ആലോചിച്ച് ആകെ പകച്ചുപോയി കാണും. ഇന്നലെ പാർവതി ഷോക്കായെങ്കിലേ ഇന്ന് ബോധം കെട്ടു വീഴും. അമ്മാതിരി ഷോക്കാ ആന്റി നിനക്ക് വേണ്ടി ഒരുക്കിയേക്കുന്നത്. നിങ്ങളെല്ലാവരും കൂടി എന്റെ മരുമോളെ പേടിപ്പിക്കല്ലേ? സർപ്രൈസ് എന്താണെന്നറിയാൻ ധൃതിയായോ? മമ്മി, സസ്പെൻസ് വെച്ചത് മതി. പാർവതിക്ക് നല്ല ടെൻഷനായിട്ടുണ്ട്. അതെന്താണെന്ന് കാണിക്കാം. പാർവതി വാ. പ്രിയൻ നീയും വാ. സിസേഴ്സ് കൊണ്ടുവരൂ. പാർവതി, റിബൺ കട്ട് ചെയ്യേ. കട്ട് ചെയ്യ് പാർവതി. ആദ്യം ഇതൊക്കെ എന്താണെന്ന് പറയൂ സാർ. നീ റിബൺ കട്ട് ചെയ്തിട്ട് അകത്തേക്ക് കയറ്. അപ്പൊ നിനക്ക് തന്നെ മനസ്സിലാവും. പാർവതി, കട്ട് ചെയ്യേ. ധൈര്യമായിട്ട് കട്ട് ചെയ്യും മോളെ. അകത്തേക്ക് കയറി പാർവതി. വലത് കാലോച്ച് കയറും മോളെ. പാർവതി, ഇത് നിന്റെ ക്യാബിനാ. ഇനി മുതൽ നീയും ഈ കമ്പനിയുടെ ഒരു മാനേജിംഗ് ഡയറക്ടറാ. കഷ്ടപ്പെട്ട് പഠിച്ച ഞാൻ വെറും സിഇഒ. നീ നേരെ MD-യുടെ കസേര കയറിയിരിക്കുമല്ലേ? നടക്കട്ടെ. നിന്നെ കൈലാഷിന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ
ഇതാണ് ചെയ്യേണ്ടതെങ്കിൽ ആയിക്കോട്ടെ. ഇവളെയൊക്കെ പിടിച്ച് ഈ കസേരയിലിരുത്തേണ്ട ഗതികേടാണല്ലോ ഭഗവാനെ എനിക്കുള്ളത്. എന്താ സർ ഇതൊക്കെ? മമ്മി, പാർവതി ചോദിക്കുന്ന കേട്ടില്ലേ? ഇത് മമ്മിയുടെ ഐഡിയ അല്ലേ? പാർവതിക്ക് വിശദമായിട്ട് എല്ലാം പറഞ്ഞു കൊടുക്കുക. ഈ കമ്പനിയിലെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നീയാണ് എന്റെ മരുമകളാകാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞ നിമിഷം തന്നെ നീ എന്റെ കുടുംബത്തിലെ ഒരു ഭാഗമായി. എൻ്റെ ഡ്രഗ്സ് ബിസിനസ് മുഴുവൻ തകർത്തിട്ട് നീ ഈ കമ്പനിയിലെ MD ആയിട്ട് വരുമല്ലേ?